നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മുന്നോട്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ഫീലിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങും. നിങ്ങൾക്കിത് റെസനേറ്റ് ആവുകയിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി, അതല്ലെങ്കിൽ വിട്ടേക്കുക. നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ ഒരു റീഡിംഗ് കണക്റ്റഡ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാവൂ. അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ ശ്രമിക്കരുത്. വളരെ പോസിറ്റീവോട് കൂടി ഇരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ, എൻ്റെ റീഡിങ്ങും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ എൻ്റെ ഒരു റീഡിങ് നിങ്ങൾക്കെല്ലാം ഞാൻ ഇടുന്ന റീഡിങ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചോളൂ. ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല. കുറച്ചുകൂടെ ഒരു തിരക്കുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. ഞാൻ ഫസ്റ്റ് കാർഡ് എടുക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. സോറി, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ടു ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ. ക്യൂൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. 9 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. 3 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് കൃഷ്ണ, ചാരിയറ്റ് എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് ഇതാണ് കിട്ടിയേക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു, അവർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു ജീവിതമായിരുന്നത്. അതിലോട്ട് തിരിച്ചു വരാനായിട്ട് അവർ കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ചെയ്തതിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺസ് പറയുന്നത് ഒരു കർമ്മഫലമാണ് അവരിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കർമ്മ സൈക്കിൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർ ചെയ്തു വെച്ചതിൻ്റെ ഒരു തിരിച്ചടിയാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് പതിയെ തിരിച്ച് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ എന്താണ് ചെയ്തത്, ആ ഒരു തെറ്റ്, ആ ഒരു കർമ്മ നമ്മൾ ഈ ലോകത്ത് നിന്ന് അനുഭവിച്ച് കഴിഞ്ഞാൽ, ആ ഒരു സംഭവം അനുഭവിച്ച് കഴിഞ്ഞാൽ, കർമ്മ എന്നുള്ളൊരു സംഭവം അത് അനുഭവിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ആവും. ഇനി എന്തെല്ലാം പരിശ്രമിച്ചാലും അതിൽ നിന്ന് നമുക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മളാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭൂമിയിൽ വെച്ച് തന്നെ ഒരു കർമ്മ നമ്മളെ നേരിടേണ്ടി വരും തീർച്ചയായും. അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. അവർ ചെയ്തു പോയത് വെച്ചിട്ട് ഒരുപാട് അവർക്ക് ഭയപ്പാടുണ്ട്. ഇനി അവരുടെ പഴയ ജീവിതം അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്കൊരു പഴയ ജീവിതം, ആ ഒരു നഷ്ടബോധമാണ്. അവർക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു ചിന്തയാണ്. അവർ പ്രതീക്ഷ ഒരു വില അവരിപ്പോൾ ചെന്നിടത്ത് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അവർക്കൊരു വില എല്ലാം നിങ്ങളിൽ നിന്നായിരുന്നു അവർക്ക് കിട്ടുന്നത്. നിങ്ങളെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു അവർ കംഫർട്ടായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു വില അവർ
വിചാരിച്ച അവർ പ്രതീക്ഷിച്ച ഒന്നും അവർക്ക് അവിടുന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല നിരാശയുമാണ് ഫലം. അതിൽ നിന്ന് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവർക്ക് ഉറക്കമില്ലാത്ത ഒരു രാത്രികളാണ്, അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവർ എവിടെ പോയാലും അവർക്ക് നല്ല വേദന, അവർക്ക് ഹൃദയം പുലരുന്ന വേദനയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളെ തന്നെയാണ് ഓർത്ത് വെച്ചിരിക്കുന്നത്, നിങ്ങളെ തന്നെയാണ് അവർ ഓർക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അപാരമായിട്ടുള്ളൊരു വിൽ പവറുള്ള ആളുകളാണ് അവർ, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അവർക്ക് ഏതൊരു സാഹചര്യത്തിലും അവർ മനക്കരുത്ത് അവർക്കുണ്ട്, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും ആ ഒരു സാന്തുലനാവസ്ഥയോടുകൂടി അവർക്ക് ഏത് സമചിത്തതയോടുകൂടി അവരിപ്പോൾ കൺട്രോളിലായിട്ട് നിൽക്കുകയാണ്. അപാരമായിട്ടുള്ളൊരു വിൽ പവറുണ്ട് അവർക്ക്, കഠിനമായിട്ടുള്ളൊരു മനസ്സുണ്ട്. അതുകൊണ്ട് ആ ഒരു മനസ്സുകൊണ്ടാണ് അവർ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നത്. അവരുടെ വിൽ പവർ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർ ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഈ ലാസ്റ്റായിട്ട് വന്ന കാർഡിലും കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പരിഗണന കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങളടുത്ത് തന്നെ എത്തണം, എന്നാലേ അവർക്ക് ആ ഒരു പരിഗണന കിട്ടുകയുള്ളൂ എന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട് അവർക്ക്. ഇപ്പോൾ അവർ ആ ഒരു കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കാത്തത്. അവരെ മനസ്സിൻ്റെ വിൽ പവർ അവരെ ഇപ്പോൾ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയമുണ്ട്, നിങ്ങളെടുത്ത് എത്താൻ കഴിയുമോ, നിങ്ങളിനി അവരെ സ്വീകരിക്കുമോ, നിങ്ങളെടുത്ത് വന്നാൽ ചെയ്തു പോയത് തെറ്റായി പോയെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള അവരെ പഴയതുപോലെ പരിഗണിക്കുമോ, നഷ്ടപ്പെട്ടത് അവർക്കിനി തിരിച്ച് ലഭിക്കുമോ, അതിനുള്ള കടുത്ത നിരാശയുണ്ട് അവർക്ക്. നിങ്ങളുടെ അടുത്ത് വരാനും അവർ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ കർമ്മ ഇവിടെ നിൽക്കുന്നതിൻ്റെ പേരിൽ അത് കഴിയാതെ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനും സാധിക്കുകയില്ല. എല്ലാം ഒരു ഈശ്വരൻ്റെ ഒരു ഇതാണ്, ചെയ്ത തെറ്റിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. അപ്പം തീർച്ചയായും അവർക്ക് ചെയ്തു പോയതിൽ തെറ്റുണ്ട്, മനസ്താപമുണ്ട്, അവർക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്നത്തെ അവരുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ഫീലിംഗ് ആയിട്ടും ഇപ്പോഴത്തെ അവരുടെ എനർജി ആയിട്ട് എനിക്കിവിടെ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുമെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി. നിങ്ങളിത് ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് വലിച്ച് റെസനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങളും കണക്റ്റഡ് ആവാനായിട്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ, മുന്നോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാനത് നോക്കി മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എപ്പോഴും ഒരു സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.